പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഡ്രൂ മാക്കൻഡയർ ദ വിഷൻ എന്ന് പറയുന്ന ടീമിൽ ജോയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഡ്രൂ മാക്കൻഡയറിനെ സ്റ്റോറി ലൈൻ പ്രകാരം ദ വിഷൻ എന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് സർവൈവർ സീരീസിലെ മെൻസ് വാർ ഗെയിംസ് മത്സരത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് ദ വിഷൻ എന്ന് പറയുന്ന ടീമിലെ മെമ്പറായ ബ്രോൺസൺ റീഡ് എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മത്സരം അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുന്ന സമയത്ത് മത്സരത്തിൻ്റെ ഇടയിലേക്ക് ബ്രോൺ ബ്രേക്കർ, ലോഗൻ പോൾ തുടങ്ങിയവർ വരികയും മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ച് കോഡി റോഡ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതിലേക്കും കടക്കുന്നു. പിന്നീട് അവിടെ കോഡി റോഡ്സിനെ ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും ലോഗൻ പോളും ഇവർ ചേർന്ന് ആക്രമിക്കുമ്പോൾ അവിടെ ഊസോസിൻ്റെ ഒരു സഹായം കോഡി റോഡ്സിന് ലഭിക്കുന്നുണ്ട്. ഊസോസ് തുടക്കത്തിൽ ബ്രോൺ ബ്രേക്കർ, ലോഗൻ പോൾ, ബ്രോൺസൺ റീഡ് തുടങ്ങിയവരെ അടിക്കുന്നുണ്ട്. എന്നിട്ട് ടേബിളിൻ്റെ മുകളിലേക്ക് അവരൊരു ഫിനിഷർ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഡ്രൂ മാക്കൻഡയറിൻ്റെ കടന്നു വരവും പിന്നീട് അവിടെ നിന്ന് ദ വിഷൻ എന്ന് പറയുന്ന ടീം ഒന്നടങ്കം ആ ഒരു ഭാഗങ്ങൾ കൺട്രോളിൽ എടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചത്. അവസാനം പോൾ ഹേമിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കോൺട്രാക്റ്റ് ഡ്രൂ മാക്കൻഡയറിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ പോൾ ഹേമിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ദ വിഷൻ എന്ന് പറയുന്ന ടീമിൽ ഡ്രൂ മാക്കൻഡയറും കൂടി ഭാഗം ആയേക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റും കൂടി നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഡ്രൂ മാക്കൻഡയർ ഈ ടീമിൽ ജോയിൻ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാരണം, ദ വിഷൻ എന്ന് പറയുന്ന സർവൈവർ സീരീസ് വാർ ഗെയിംസ് മത്സരത്തിന് ഇറങ്ങുന്ന ടീമിനെ നല്ല സ്ട്രോങ് ആക്കി കാണിക്കുക എന്നുള്ള ഒരു വലിയ പ്ലാൻ ഉള്ളത് കൊണ്ടാണ്. ഡ്രൂ മാക്കൻഡയറും കൂടി ഈ ടീമിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എതിർവശത്ത് നിൽക്കുന്ന, അതായത് നായകന്മാരെന്ന് നമ്മൾ പറയുന്ന ടീമിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ അവർക്ക് തുല്യമായിട്ട് ഈ ദ വിഷൻ എന്ന് പറയുന്ന ടീമിന് മാറാൻ സാധിക്കും. അത് ഡ്രൂ മാക്കൻഡയറും കൂടി ഇപ്പോൾ കടന്നു വന്നത് കൊണ്ടാണ്. അപ്പോൾ ഡ്രൂ മാക്കൻഡയറിനെ കൊണ്ടുവരുന്നതിലൂടെ മറ്റൊരു കാരണം കൂടിയുണ്ട്. സർപ്രൈസ് ആയിട്ടുള്ള എലമെൻറ്റുകൾ ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ച് നടക്കുമെന്നുള്ളത് കാണിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടീമിനെ സ്ട്രോങ് ആക്കുക എന്നുള്ള വലിയ കാരണം കൊണ്ടാണ് ഡ്രൂ മാക്കൻഡയറിനെ ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഈ മെൻസ് സർവൈവർ സീരീസ് വാർ ഗെയിംസിൻ്റെ സ്റ്റോറി റോയിൽ മാത്രമല്ല സ്മാക്ഡൗണിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് കാണിക്കണം. അതിന് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിനെ മാത്രം ഉൾക്കൊള്ളിച്ചാൽ പോരാ, അവിടെ ഡ്രൂ മാക്കൻഡയറിനെ പോലെ സ്മാക്ഡൗൺ ബ്രാൻഡിലെ നിലവിലെ ടോപ്പ് റെസ്ലറിനെയും കൂടി ആഡ് ചെയ്യുമ്പോൾ രണ്ട് ബ്രാൻഡിലും ഈ ഒരു സ്റ്റോറി നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് ആരാധകർക്ക് കിട്ടും. ആ ഒരു ഫീലിലൂടെ സ്മാക്ഡൗണിൻ്റെയും റോയുടെയും റേറ്റിംഗ്സ് ഉയർത്താൻ അവർക്ക് സാധിക്കും. അതായത് റോയിലും ആ സ്റ്റോറി നടക്കുന്നുണ്ട്, അതേ സ്റ്റോറിയുടെ ബാക്കി കാര്യങ്ങൾ അത് സ്മാക്ഡൗണിലും നടക്കുന്നുണ്ട്. അപ്പോൾ അത് വ്യൂവർഷിപ്പ് ഉയർത്താൻ വലിയ കാരണമായേക്കും. അത് ഡ്രൂ മാക്കൻഡയറിനെ ഈ ഒരു ടീമിലേക്ക് കയറ്റുന്നതിൻ്റെ രണ്ടാമത്തെ കാരണമായിട്ട് തോന്നിയതാണ്. മൂന്നാമതായി തോന്നിയിട്ടുള്ള ഒരു കാരണം, കോഡി റോഡ്സ് ഡയറക്റ്റ് പോയിട്ട് ഈ ഒരു സ്റ്റോറി ലൈനിൽ ചെന്ന് കയറി കൊടുത്തതാണ്. അതായത് റോയിൽ CM പങ്കും ജെ ഊസോയും അല്ലെങ്കിൽ ഊസോസും ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെതിരെ സ്റ്റോറി ചെയ്തിരുന്ന ഇതിൻ്റെ ഇടയിലേക്ക് കോഡി റോഡ്സ് അങ്ങോട്ടേക്ക് കയറി ചെന്നതാണ്. അതേ കോഡി റോഡ്സിനെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഡ്രൂ മാക്കൻഡയർ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ പോൾ ഹേമിൻ്റെ കൈവശത്തില്ല. അതുകൊണ്ടാണ് സസ്പെൻഷൻ സ്റ്റോറി കൊടുത്തിട്ടുണ്ടായിരുന്ന ഡ്രൂ മാക്കൻഡയറിനെ നല്ലൊരു സെഗ്മെൻറ്റോട് കൂടിയിട്ട് പോൾ ഹേമൻ തിരികെ കൊണ്ടുവന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിലെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഏത് റെസ്ലറിനെ വേണമെങ്കിലും തനിക്ക് ഈ ഒരു ടീമിലേക്ക് ആഡ് ചെയ്യാമെന്നുള്ളത്. നിലവിൽ കോൺട്രാക്റ്റുള്ള ഏത് ബ്രാൻഡിലെ റെസ്ലറിനെ വേണമെങ്കിലും ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെ സർവൈവർ സീരീസിന് കളിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാമെന്നുള്ളത് പോൾ ഹേമൻ നിക്ക് ഓൾഡിസിൻ്റെ ഒരു സമ്മതം കൂടി മേടിച്ചെടുക്കുന്നുണ്ട്. അതും ഡ്രൂ മാക്കൻഡയറിൻ്റെ സസ്പെൻഷൻ എടുത്ത് കളയാനും ആ ദ വിഷൻ എന്ന് പറയുന്ന ടീമിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനും ഒരു കാരണമായി. അപ്പോൾ കോഡി റോഡ്സിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ള വലിയ കാരണം കൊണ്ട് തന്നെയാണ് ഡ്രൂ മാക്കൻഡയറിനെ ദ വിഷൻ എന്ന ടീമിലേക്ക് ആഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രൂ മാക്കൻഡയർ നാലാമത്തെ മെമ്പറായിട്ടാണ് ദ വിഷൻ എന്ന് പറയുന്ന ടീമിൽ ജോയിൻ ചെയ്തത്. ഇനി അഞ്ചാമത്തെ മെമ്പർ ബാക്കിയുണ്ട്. അത് ഡ്രൂ മാക്കൻഡയറിനേക്കാൾ വലിയ സ്റ്റാർ പവറുള്ള റെസ്ലർ ആയിരിക്കും, വലിയ പവർ ഹൗസ് ആയിരിക്കുമെന്ന് നമുക്കിപ്പോൾ തന്നെ പറയാൻ സാധിക്കും. റൂമേഴ്സിൽ ബ്രോക്ക് ലെസ്നറുടെ പേര് കേൾക്കുന്നുണ്ട്. അത് തന്നെയാണോ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇനി ഒരാഴ്ചകളിൽ തന്നെ കണ്ടറിയാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.